Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ സംബന്ധിച്ച് വിഷിംഗ് ഫോട്ടോസൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്കൊരു ഹാപ്പി ന്യൂ ഇയർ വിഷിംഗ് ഫോട്ടോസ് സെക്കൻഡുകൾക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങളുടെ ബെസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഞാൻ പറയുന്ന വെബ്സൈറ്റ് അടിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. birthdaycake24.com എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. ഈ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഇവിടെ നമുക്ക് ഒരുപാട് വിഷിംഗ് ഫോട്ടോസ് കാണാൻ സാധിക്കും. ഇതിൽ 2019 എന്നാണ് ഒന്ന് കാണേണ്ടത്, നല്ല വൃത്തിയുള്ള. അതുപോലെ തന്നെ വേറെ ഒന്ന് കാണേണ്ടത് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ടാഗോട് കൂടിയിട്ടുള്ള ഒരു ഇമേജും ഉണ്ട്. ഇതിലേത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇത് ഫസ്റ്റ് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് നോക്കാം. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ സെലക്ട് ഫോട്ടോ എന്ന് കാണാം, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ബ്രൗസ് എന്ന് കാണാം, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്നും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവുന്നതാണ്. ഗാലറിയിൽ നിന്നും നിങ്ങൾ എന്താണ് ഫോട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് നമ്മുടെ ഓരോ സെക്ഷനാണ്, പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ളതാണ്. അതിൽ ഇമേജസിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്സപ്പിലാണോ എന്ത് ഇമേജാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് സെലക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഇവിടെ ഗോ എന്നുള്ളൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെലക്ട് ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഫോട്ടോ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ജനറേറ്റ് ആയതിനു ശേഷം ഈ ഒരു ഫോട്ടോ ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അതല്ല, ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. നിങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു ഇമേജിൻ്റെ താഴെ ലിങ്ക് വരും, ചിലപ്പം വരും. അഥവാ വന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് വഴി അവർക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ വാട്സപ്പിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതല്ല, ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താണെങ്കിൽ അവർക്ക് അതുവഴി പെട്ടെന്ന് ആക്സസ് ചെയ്യാനും സാധിക്കും. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലോട്ട് ഈ ഒരു ഇമേജിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ക്രിയേറ്റ് അനദറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു ഇൻ്റർഫേസിലോട്ട് പോയിട്ട് വീണ്ടും വേറൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. 2019 ഒരുപാട് എഡിറ്റിംഗ് വീഡിയോസ് ഞാൻ കണ്ടു, പക്ഷേ അതൊക്കെ പക്കാ പിക്സാർട്ടും പിക്സൽ ലാബൊക്കെ വെച്ചേക്ക് ഒരുപാട് ടൈം കളയുന്ന ഒരു പരിപാടിയാണ്. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്യുക, കഴിഞ്ഞു. വിഷിങ് ഫേസ്ബുക്ക് മറ്റു മീഡിയകളിലൊക്കെ നമുക്കിത് ഷെയർ ചെയ്യാവുന്നതാണ്. മറ്റേത് വാട്സപ്പിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് മാത്രം വരും. ആ ടെക്സ്റ്റ് 10-20 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട്, മറ്റേ നമ്മുടെ സ്വന്തം ഫോട്ടോ ആകുമ്പോൾ ആരും ഷെയർ ചെയ്യില്ല. അപ്പോൾ നമുക്കത് സ്റ്റാറ്റസ് ആയിട്ടും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ മുന്നേ കാണിച്ചെന്ന ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ടാഗോട് കൂടിയിട്ടുള്ള ഫ്രെയിമും അതിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇത് കാണാൻ കുറച്ച് വൃത്തിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.